സാധാരണമായ വീട് നിർമ്മിക്കാൻ എല്ലാവർക്കും സാധിച്ചേക്കാം. എന്നാൽ ഡിഫറൻറ്റും യുണീക്കുമായൊരു വീട് നിർമ്മിക്കാൻ ഒരു ക്രിയേറ്റിവിറ്റിയും സ്കില്ലും വേണം. അത്തരത്തിൽ നിർമ്മിച്ച വളരെ വ്യത്യസ്തമായൊരു വീടിൻ്റെ കാഴ്ചകളാണ് പെർഫെക്റ്റ് ഹോംസിൻ്റെ ഈ അധ്യായത്തിൽ. വെൽക്കം ടു പെർഫെക്റ്റ് ഹോംസ്. തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുരയ്ക്കടുത്ത് മുടവൻമുകൾ എന്ന സ്ഥലത്ത് പ്രവാസിയായ രാജേഷ് പ്രഭിത ദമ്പതികളുടെ തീരം എന്ന വീക്കെൻഡ് ഹോം. 11 സെൻറ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗേറ്റും കോമ്പൗണ്ട് വാളും ഗ്രേ ടോൺസിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. GI സെക്ഷൻസിൻ്റെ പല വിഡ്ത്ത് വരുന്ന ഒരു പാറ്റേൺ വരുന്ന രീതിയിലാണ് ഗേറ്റും അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് 2 എൻട്രൻസ് ആക്സസ് ഉണ്ട്. ഒന്ന് പെഡസ്ട്രിയൻ ആക്സസും അതുപോലെ ഒന്ന് വെഹിക്കുലർ ആക്സസിനായിട്ട് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. റിമോട്ട് ആക്സസ് ആണ് ഈ ഒരു ഗേറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിലെ ലാൻഡ്സ്കേപ്പ് കാഴ്ചകളിലേക്ക് പോകാം. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് വഴി നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു മുറ്റം സ്പേസിലാണ്. ഒരു ട്രോപ്പിക്കൽ കം നേച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു തീമിലാണ് ഈ ഒരു ഹോൾ റെസിഡൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പിലെല്ലാം ഒരു ട്രോപ്പിക്കൽ ലാംഗ്വേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. മെയിൻ എൻട്രൻസിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് ഈ ഒരു വലിയ അത്തിമരം തന്നെയാണ്. ഈ ഒരു മരമാണ് ഈ ഒരു എൻട്രൻസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മരത്തിനോട് ചേർന്ന് ചെറിയൊരു ലോൺ സ്പേസും അതുപോലെ ഒരു വാക്ക് വേ, സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ളൊരു വാക്ക് വേയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഗസീബോ സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈവനിങ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഉള്ള ഒരു സ്പേസാണിത്. പുറത്തെ വാട്ടർ ബോഡിയിലേക്ക് കാൻറ്റിലിവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ റെസിഡൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന ടീക്ക് ഫേർണിച്ചറിൻ്റെ എല്ലാം ബാക്കി വന്ന പീസസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫേർണിച്ചർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഞ്ച് സീറ്റിങ്ങും അതുപോലെ ഈ ഒരു കോഫി ടേബിളും എല്ലാം ആ ഒരു റിമൈനിങ് പീസസ് യൂസ് ചെയ്ത് യൂണീക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സ്ലോപ്പിംഗ് റൂഫാണ് ഈ ഒരു സ്ട്രക്ചറിന് കൊടുത്തിരിക്കുന്നത്. ഓടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ നിന്നും പുറത്തെ ആറിലേക്കും അതുപോലെ ലാൻഡ്സ്കേപ്പിലേക്കും നല്ലൊരു വ്യൂ ആണ് ഈ ഒരു സ്പേസിൽ നിന്നുള്ളത്. ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ അതിലെ മെയിനായിട്ട് വരുന്ന എലിമെൻറ്റ്സ് നാച്ചുറൽ ഫിനിഷസും അതുപോലെ ലാൻഡ്സ്കേപ്പിനോടുള്ള ഇമ്പോർട്ടൻസും ആണ്. അത് നല്ല രീതിയിൽ തന്നെ ഈ റെസിഡൻസിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ വാൾസും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ബ്രിക്കും ആണ് ഈ വീടിൻ്റെ എലിവേഷനിലെ ഹൈലൈറ്റ്. വീടിനോട് ചേർന്ന് ഒരു നീളത്തിനൊരു ലീനിയർ ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ബോഡി കാണാനായിട്ട് ഒരു സ്റ്റോൺ പാത്ത് വേയും പെബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒരു വാക്ക് വേയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്ലാന്റ്സും അതുപോലെ കോയി അങ്ങനത്തെ ഫിഷസ് ഒക്കെയാണ് ഈ ഒരു വാട്ടർ ബോഡിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തെ ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ നിന്നും ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസാണ്. ഒരു ലീനിയർ ആയിട്ട് വളരെ മിനിമലായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ നാച്ചുറൽ ഫിനിഷസ് ആണ്. അതായത് ഇവിടെ കാണുന്ന പോലത്തെ നാച്ചുറൽ സ്റ്റോൺ വാളും അതുപോലെ സിമെൻറ്റ് ടെക്സ്ചർ തോന്നിക്കുന്ന രീതിയിലുള്ള ടെക്സ്ചർ വാളും ഒക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടെ തടിയിൽ ചെയ്തിട്ടുള്ളൊരു കൺസോൾ ടേബിളും അതുപോലെ തന്നെ പുറത്തെ ലാൻഡ്സ്കേപ്പ് നോക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലൈവ് എഡ്ജ് വരുന്ന ഒരു വുഡൻ ബെഞ്ചും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
വീട്ടിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചർ കൂടെയുണ്ട്. അതായത് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന തടിയുടെ റിമൈനിങ് ആയിട്ട് വന്നിട്ടുള്ളതെല്ലാം ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിൽ ഒരു ഫേർണിച്ചർ പീസായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഈ സിറ്റ് ഔട്ടിലെ ഈ ഒരു സീറ്റിംഗ് സ്പേസ്. ഇവിടെ വന്നിരിക്കുന്ന തേക്കിൽ ബാക്കി വന്ന പീസസ് വെച്ചിട്ടാണ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് എഡ്ജ് വരുന്ന രീതിയിൽ ഈ ഒരു ബെഞ്ച് സീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടീക്കിലാണ്. ടീക്കിൽ മിനിമലായിട്ട് ബ്രാസ് ഫിനിഷസിൻ്റെ ഇൻലേസ് വരുന്ന രീതിയിലാണ് മെയിൻ ഡോറിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. മെയിൻ ഡോറിൽ നിന്നും നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസാണ്. പൂജാ സ്പേസും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസും. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ വീടുകളിൽ കാണുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് അല്ല ഇത്. ഒരു ഇറഗുലർ ഷേപ്പ് വരുന്ന രീതിയിൽ, ഒരു നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രോപ്പിക്കൽ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കോർട്ട്യാർഡിൽ വരുന്നത്. ഈ കോർട്ട്യാർഡിനോട് ചേർന്ന് തന്നെ വളരെ നാച്ചുറലായിട്ടും ട്രഡീഷണൽ എലിമെൻസിൻ്റെ ഒരു ബ്ലെൻഡ് വരുന്ന രീതിയിലാണ് ഒരു പൂജാ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിലെല്ലാം നാച്ചുറൽ സ്റ്റോൺസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ പഴയ വീടുകളിൽ കാണുന്ന ആ ഒരു മഡ് പ്ലാസ്റ്ററിൻ്റെ പോലെ ഒരു ടെക്സ്ചർ വരുന്ന രീതിയിലാണ് വാൾസിലെ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫുൾ സ്പേസിന് ആ ഒരു നാച്ചുറൽ ഫിനിഷിൻ്റെ ആ ഒരു ലുക്ക് കൂടുതൽ വരുത്താനായിട്ട് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ടെക്സ്ചർ വരുന്ന രീതിയിൽ ടൈൽസാണ് ഇവിടെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ നിന്നും പുറത്തെ ലാൻഡ്സ്കേപ്പിലേക്കും അവിടെ നിന്ന് ഗസീബോയിലേക്കും ഉള്ള ഒരു ആക്സസും ഈ ഒരു സ്പേസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആക്സെൻറ്റ് വാളാണ്. ഒരു കോൺക്രീറ്റ് ടെക്സ്ചർ തോന്നിക്കുന്ന രീതിയിലെ ടെക്സ്ചർ ഫിനിഷും അതിൽ ഗ്രിഡ് പാറ്റേൺസ് വരുന്ന ഒരു പാറ്റേണുമാണ് ഈ ഒരു ആക്സെൻറ്റ് വാളിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫുൾ ഏരിയനെ നാച്ചുറലി ലിറ്റ് ചെയ്യുന്നത് ഈ ഒരു കട്ടൗട്ട് സ്പേസിൽ നിന്ന് വരുന്ന സൺലൈറ്റാണ് ഈ ഒരു സ്പേസിനെ നാച്ചുറലി ലിറ്റ് ചെയ്യുന്നത്. ഞാനിപ്പം നിൽക്കുന്നത് ഈ വീടിൻ്റെ ഒരു ലിവിങ് സ്പേസിലാണ്. ലിവിങ്ങും പൂജയും കോർട്ട്യാർഡും എല്ലാം ഒരു ഒറ്റ സ്പേസായിട്ട് ഒരു ഫ്ലോയി രീതിയിലാണ്, ഒരു ഓപ്പൺ പ്ലാനിങ് രീതിയിലാണ് ഇവിടുത്തെ ഈ സ്പേസസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയ ഒന്ന് ഡിമാർക്കേറ്റ് ചെയ്യാനായിട്ട് ഫ്ലോറിങ്ങിൽ ഒരു വലിയ റഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ പാറ്റേൺസ് വരുന്ന രീതിയിൽ ഓഫ് വൈറ്റും ഗ്രേ കോമ്പിനേഷനിൽ ഒരു വലിയ റഗ്ഗാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സീറ്റിങ്ങിനായിട്ട് ടീൽ കളറിലെ സോഫയും അതുപോലെ തന്നെ ഒരു ലെതർ ഫിനിഷിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയറും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. ലൈറ്റ് വുഡൻ ഷെയ്ഡും അതുപോലെ ബ്ലാക്ക് ലാക്കേർഡ് ഗ്ലാസും വരുന്ന രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വാള് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫിനിഷ് തോന്നിക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് ടെക്സ്ചറും അതുപോലെ കുറച്ച് ഇൻട്രിക്കേറ്റ് പാറ്റേൺസ് വരുന്ന രീതിയിൽ വുഡൻ പാനലിങ്ങുമാണ് ഈ ഒരു വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്നും ചെറിയൊരു പാസേജ് വഴി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്നാൽ വളരെ എലഗൻറ്റുമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 4 സീറ്റർ ഡൈനിങ് ടേബിളും അതിനോട് ചേർന്ന് ചെറിയൊരു റോയൽ ടച്ച് വരുന്ന രീതിയിലെ ഡൈനിങ് ചെയർസുമാണ്. ഈ ഒരു ഏരിയയോട് അടുത്ത് തന്നെ ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്റ്റോണിൽ നിന്നും കാവ് ചെയ്താണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റിന് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. തീരം എന്ന ഈ വീടിൻ്റെ ഓണറായ മിസ്റ്റർ രാജേഷും ഫാമിലിയും അതുപോലെ സാറിൻ്റെ ഫ്രണ്ടും ഈ വീടിൻ്റെ എക്സിക്യൂഷനിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത മിസ്റ്റർ സുജിത്തും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്.
അപ്പം സാധാരണ കാണുന്ന വീടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആസ് എ പേഴ്സൺ ഞാൻ ഈ വീടുകൾ അല്ലെങ്കിൽ എൻ്റെ കൺസ്ട്രക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മാഗസീൻസ് ആണെങ്കിലും ഓൺലൈൻ റെഫറൻസുകളൊക്കെ എടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ആ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട് വെച്ചപ്പോഴത്തേക്കും അതിനെല്ലാം ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ചും നമ്മൾ പ്രവാസികൾക്ക് അറിയാലോ, ഫ്ലാറ്റ് സംസ്കാരമാണ് നമുക്കൊക്കെ വിദേശ രാജ്യങ്ങൾ. അപ്പോൾ നാട്ടിൽ കുറച്ച് പച്ചപ്പിനോടും ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ കോലത്തിൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ എത്തിപ്പെട്ടതെന്ന് പറയാം. ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിനെ എങ്ങനെയാണ് റിയാലിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത്, അല്ലെങ്കിൽ എക്സിക്യൂഷൻ സമയത്ത് എങ്ങനെയാണ് അത് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? ശരിക്കും നമ്മളിതൊരു വെക്കേഷൻ ഹോമായിട്ടാണ് പ്ലാൻ ചെയ്തത് ഇനിഷ്യലി. ഇപ്പോഴും തത്വത്തിൽ അതൊരു വെക്കേഷൻ ഹോം തന്നെയാണ്. പക്ഷേ നമ്മുടെ കൺസെപ്ച്വൽ വൈസ് ഇതൊരു 400-450 സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിർത്തണം എന്നുള്ളൊരു ചിന്തയിലാണ്. ഈ പുഴയുടെയും ആ തീരത്ത് ജസ്റ്റ് ഒന്ന് വന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് സൗകര്യത്തിലൊരു 400 സ്ക്വയർ ഫീറ്റിനുള്ളിൽ. പക്ഷേ അത് കുറച്ചൊന്ന് പല ഇൻഫ്ലുവൻസുകളും കാരണം നമ്മുടെ എന്താ പറയുക, റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ വളർന്നൊരു 3000 സ്ക്വയർ ഫീറ്റിലോട്ട് ആയിപ്പോയതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല റിനൗണ്ട് ആർക്കിടെക്ട്സിനെയും സമീപിച്ചപ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ കൺസ്ട്രക്ഷൻ നമ്മുടെ ഈ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അവർക്കത് അസോസിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. കാര്യം അതല്ല അവരുടെ മനസ്സിലുള്ളൊരു. അപ്പോൾ കൂടുതലും ഈ പ്രോജക്റ്റിൽ നമ്മൾ ആർക്കിടെക്ട്സിന് സ്റ്റുഡൻസ് ഉണ്ട്, BArch പഠിക്കുന്ന സ്റ്റുഡൻസിനെയാണ് നമ്മളിതിനായിട്ട് സമീപിച്ചതും. അവർക്കെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പിടിവാശിയില്ല, നമ്മൾ പറയുന്ന കൺസെപ്റ്റ്സിനെ അവർ അക്കോമഡേറ്റ് ചെയ്ത്. പക്ഷേ ശരിക്കും ഒരു പ്രോസും കോൺസും ഉണ്ട്. അവർക്ക് പ്രാക്ടിക്കൽ നോളേജ് കുറവാണ്, തിയറട്ടിക്കലി അവർ ബ്രില്യൻ്റാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ കൺസ്ട്രക്ഷനിൽ നമുക്കുണ്ടായി. അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. കാരണം പലതും നമ്മൾ ചെറിയ ഭാഗങ്ങളൊക്കെ വീണ്ടും പൊളിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു റിസ്ക് നമ്മൾ എടുത്തതായിരിക്കാം ഈ ഒരു വീടിൻ്റെ ഒരു ടോട്ടാലിറ്റിയിലുണ്ടായ ഒരു എൻഹാൻസ്മെൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 3-4 ആർക്കിടെക്ട്സും ബിൽഡേഴ്സും ഒക്കെ ഇൻവോൾവ് ആണ്. അതിൽ ശരിക്കും ഒരു പിവറ്റൽ റോൾ അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ റോള് വഹിച്ച ആൾ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ബിൽഡർ, ട്രാവൻകൂർ ബിൽഡേഴ്സിൻ്റെ ഓണറും കൂടിയാണ് സുജിത് തിരുമല. അദ്ദേഹമാണ് ശരിക്കും ഇതിനെ ഒരു കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച ഷേപ്പിലോട്ട് മാറ്റാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത വളരെ കൂടെ നിന്നൊരു വ്യക്തിയാണ് സുജിത്ത്. അതിന് സുജിത്തിനോട് ഈ അവസരത്തിൽ പ്രത്യേക നന്ദി. ഇതൊരു വെക്കേഷൻ ഹോമാണല്ലോ, അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്തത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. മെയിൻ്റനൻസ് അറിയില്ല നമ്മുടെ നാട്ടിൽ പണിക്കാർ. പക്ഷേ ഈ വീട് കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അച്ഛനാണ്. അദ്ദേഹം രാവിലെ മിക്കവാറും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം രാവിലെ വന്ന് മുറ്റമാണെങ്കിലും വീടാണെങ്കിലും പരിസരമാണെങ്കിലും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യും. ഒരു കളയോ പുല്ലോ എന്തുണ്ടെങ്കിലും അത് അച്ഛൻ ഒരു എക്സ് സർവീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ വീട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അങ്കിളും സാറിനെ പോലെ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വീടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ വീടിനെപ്പറ്റി എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു. കാരണം ഒരു ഐഡിയ എൻ്റെ മനസ്സിലില്ല. ഇത് എങ്ങനെ തുടങ്ങി, എവിടെ തുടങ്ങി എന്നൊന്നും അതെൻ്റെ മോന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇതെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ രീതിയിലും വരുന്നവർക്കൊക്കെ എല്ലാം പറയൂ വെറൈറ്റി വീടാണ്, വരുന്നവരൊക്കെ വരുന്നുണ്ട്. പലരും ഷൂട്ടിങ്ങിന് കൊടുക്കാൻ വേണ്ടിയാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞു അല്ല, മോൻ വിദേശിയാണ്, പ്രവാസിയാണ്. പിന്നെ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ മോൻ വന്ന് പോകാറുണ്ട്. പിന്നെ ഞാൻ ഫുൾ ടൈം എന്ന് പറയാൻ പറ്റില്ല, 2 ടൈംസ് രാവിലെ വരും, വൈകുന്നേരം വരും, ഇവിടെ വിളക്ക് കത്തിക്കും. ഒരു മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ, ഞാനൊരു എക്സ് ആർമിയാണ്. അപ്പം എനിക്ക് ആ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ, എൻ്റെ വീട് ഞാൻ താമസിക്കുന്ന വീടായാലും ശരി ഇവിടെ ആയാലും ശരി, ഇത്രയും പൈസ മുടക്കി ഒരു വീട് വെച്ച് വരുമ്പോൾ അത് ശരിക്കും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ നെക്സ്റ്റ് ചോദ്യം മോനോടാണ്. ഈ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് ചോദിച്ചാൽ അത് ഏതായിരിക്കും? ടൈം സ്പെൻഡ് ചെയ്യുന്ന മിക്കവാറും ഞാൻ ഹോം തിയേറ്ററിൽ തന്നെയാണ്, അവിടെയായിരുന്നു മെയിൻ. പക്ഷേ എനിക്ക് ഈ വീടിനെ കുറിച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം ഇവിടുത്തെ സറൗണ്ടിങ് ഒക്കെ വളരെ നേച്ചർ ഓറിയൻറ്റഡ് ആയിരുന്നു.
അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീടിനെ കുറിച്ച്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് ഫോക്കസ് ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് ഏറ്റവും ഈസിയാക്കി ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ് ആണെങ്കിലും ഒക്കെ ആ കൺസെപ്റ്റിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഫർണിഷിങ്ങാണ് നമ്മളിവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ടോൺസ് എല്ലാം ഒരു ന്യൂട്രൽ ടോണാണ്, അധികം ബ്രൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടില്ല. ഫർണിച്ചറൊക്കെ കൂടുതലും ഓൺലൈൻ പർച്ചേസാണ്. ഇപ്പോൾ ഒരുപാട് റെഫറൻസുകൾ നമുക്ക് ഓൺലൈൻ പോർട്ടൽസിലുള്ളത് കൊണ്ട് കൂടുതലും ഓൺലൈൻ റെഫറൻസിലൂടെയാണ് ഫർണിച്ചറെല്ലാം പ്രൊക്യൂർ ചെയ്തത്. ബാക്കി എന്താ പറയുക, പ്ലീസിങ് ആയിട്ടുള്ള ക്ലീനിങ്ങിന് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും ആക്സസറീസുമാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. എക്സിക്യൂഷൻ ടൈമിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിരുന്നു എന്ന് സാർ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീട്ടിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും രാജേഷ് നേടെ പറഞ്ഞതുപോലെ നമ്മളൊരു ഫൈനൽ അല്ലെങ്കിൽ വീട് എങ്ങനെ ഒരു കംപ്ലീഷൻ സ്റ്റേജിലാണ് എനിക്കിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അത് വ്യക്തമായിട്ട് രാജേഷ് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കതിൻ്റെ ഒരു ഭാഗമാകാനും നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. കൂടുതലും ഞങ്ങളെ വർക്കേഴ്സ് ഞങ്ങളെ കൂടെ നന്നായിട്ട് തന്നെ സഹകരിച്ചു. രാജേഷ് ഏട്ടൻ്റെ വർക്കേഴ്സും ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് തന്നെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിൽ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് തന്നെയാണിത്. വളരെ ബ്യൂട്ടിഫുള്ളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് തീരം എന്ന് പറയുന്ന ഈ ഒരു വെക്കേഷൻ ഹോം. ഇനി ഞാൻ ബാക്കി വിശേഷങ്ങളും ജസ്റ്റ് ഒന്ന് കാണട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. വളരെ കോമ്പാക്റ്റും മിനിമലും ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വീക്കെൻഡ് ഹോം ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലും ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ വരുന്ന കളർ കോമ്പിനേഷൻ വൈറ്റും ലൈറ്റ് ഷെയ്ഡ് ഓഫ് വുഡുമാണ്. കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. അതുപോലെ ബാക്ക് സ്പ്ലാഷിന് യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ വൈറ്റിൻ്റെ സബ്വേ ടൈലിനോട് സിമിലർ ആയിട്ടുള്ള സ്ക്വയർ ഷേപ്പിൽ വരുന്ന ടൈൽസ് ആണ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള ആക്സസറീസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ്ങിനോട് ഫേസ് ചെയ്ത് ഒരു ഐലൻഡും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐലൻഡിലാണ് ഹുഡ് ആൻഡ് ഹോബ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് യൂണിറ്റിൽ വരുന്ന ഷട്ടേഴ്സിനെല്ലാം വൈറ്റ് ലാക്കേർഡ് ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബോട്ടമിൽ വരുന്ന ഷട്ടേഴ്സിലെല്ലാം ലൈറ്റ് ഷെയ്ഡ് ഓഫ് വുഡിൻ്റെ ലാമിനേറ്റ് ഫിനിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂം സ്പേസാണിത്. ഒരു വാം ആൻഡ് കോസി ആംബിയൻസ് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹെഡ് ബോർഡ് വരുന്ന ഈ ഒരു ആക്സെൻറ്റ് വാളിൽ വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മോണോക്രോം പാലറ്റിലെ ട്രോപ്പിക്കൽ വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ചൊരു കളർ പോപ്പായിട്ട് യെല്ലോ തീമിൽ വരുന്ന 2 പെയിൻറ്റിങ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡിൽ വുഡും അതുപോലെ കെയിൻ ഡീറ്റെയിലിങ്ങും വരുന്ന രീതിയിലാണ് ഈ ഹെഡ് ബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേ പാലറ്റും ആ ഒരു ഡിസൈൻ എലിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് സൈഡ് ടേബിൾസിലും വുഡും അതുപോലെ കെയിനിൻ്റെ ഡീറ്റെയിലിങ്ങും വന്നിട്ടുള്ളത്. ഈ ഒരു റൂമിൽ കുറച്ചും കൂടെ ഫങ്ഷനാലിറ്റിക്കും അതുപോലെ യൂട്ടിലിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഇവിടെ ഒരു വലിയൊരു വാർഡ്രോബ് സ്പേസും അതിനോട് ചേർന്ന ഒരു സ്റ്റഡി സ്പേസും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഷട്ടേഴ്സ് മിററും അതുപോലെ ലാക്കേർഡ് ഗ്ലാസിൻ്റെയും കോമ്പിനേഷൻ വരുന്ന രീതിയിൽ സ്ലൈഡിംഗ് രീതിയിലാണ് ഈ ഒരു ഷട്ടേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ബെഡ്റൂമിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു പാറ്റിയോ സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നാച്ചുറൽ ഫീൽ വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പോസ്ഡ് ബ്രിക്സ് യൂസ് ചെയ്ത് ചെറിയ ജാളീസും വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസിലെ വാൾസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിനും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പിനും എല്ലാം നാച്ചുറൽ ഫിനിഷസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയ 2 സീറ്റിങ്ങിന് 2 ആം ചെയർസും അതുപോലെ ഒരു കോഫി ടേബിളുമാണ് ഈ ഒരു സ്പേസിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലെ ഫ്ലോറിലേക്കുള്ള ആക്സസ് ഈ ഒരു സ്റ്റെയർവേ വഴിയാണ്. മെറ്റൽ സെക്ഷൻസിൽ നിലമ്പൂർ തേക്കിൻ്റെ വുഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലും ഇതേ ഒരു കോമ്പിനേഷനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളിലേക്ക് പോകാം.
ഫസ്റ്റ് ഫ്ലോറിലെ ഹോം തിയേറ്റർ റൂമാണിത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടും അതുപോലെ എഫിഷ്യൻറ്റുമായിട്ടുമാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് തീമിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ റിക്ലൈനർ സീറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്കൗസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്സിനായിട്ടുള്ള വാൾ ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ ഫ്ലോർ ട്രീറ്റ്മെൻറ്റ്സുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൊജക്ടർ സ്ക്രീനും അതുപോലെ കുറച്ച് യൂണിറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെയുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം സ്പേസ് ആണിത്. ഇവിടെയും ഒരു നാച്ചുറൽ ആൻഡ് കോസി വൈബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയേഴ്സിൽ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വാളിൽ വാൾപേപ്പർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കോൺക്രീറ്റ് ടെക്സ്ചറിൽ ചെറിയൊരു ഗോൾഡൻ ബ്രഷ് സ്ട്രോക്സ് വരുന്ന രീതിയിൽ ആ ഒരു പാറ്റേൺ വരുന്ന ഒരു വാൾപേപ്പറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേ സിഗ്സാഗ് പാറ്റേൺ തന്നെ ഈ ഹെഡ് ബോർഡിലും ഫോളോ ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾസിലും ഈ ഹെഡ് ബോർഡിലും ഒരേ പാറ്റേണിനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. താഴത്തെ ഗസ്റ്റ് ബെഡ്റൂമിന് സിമിലർ ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ലേ ഔട്ടാണ് ഈ റൂമിലും ഫോളോ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് വാർഡ്രോബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിന് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ബാൽക്കണി സ്പേസ് കൂടിയുണ്ട്. വളരെ നാച്ചുറൽ ഫീലിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾസിൽ എക്സ്പോസ്ഡ് ബ്രിക്കും ഫ്ലോറിൽ ആ ഒരു നാച്ചുറൽ ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് സ്റ്റോൺ പാറ്റേൺസ് വരുന്ന ടൈൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ആം ചെയർസും പിന്നെ ഒരു ചെറിയൊരു കോഫി ടേബിളുമാണ് ഈ ഒരു സ്പേസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ നിന്ന് പുറത്തെ ആറും അതുപോലെ ലാൻഡ്സ്കേപ്പും എല്ലാം നല്ലൊരു വ്യൂ ആണ് ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്കുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടോയ്ലറ്റിലെ ഷവർ ഏരിയ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡബിൾ ഹൈറ്റ് ഏരിയയും അതുപോലെ ഒരു സ്കൈ ലൈറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷവർ ഏരിയയോട് ചേർന്ന് തന്നെ ചെറിയൊരു പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലാന്റ്സും പെബിൾസും എല്ലാം വരുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ കിഡ്സ് ബെഡ്റൂമിലാണ്. ഇവിടെ വളരെ മിനിമലും കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ് സ്പേസിൻ്റെ ഹെഡ് ബോർഡിൽ കുറച്ച് സ്റ്റോറേജ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽസും അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള യൂണിറ്റും ഇവിടെയുണ്ട്. അതുപോലെ സ്റ്റോറേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡിലും അതുപോലെ സൈഡ് ടേബിൾസിലും എല്ലാം സ്റ്റോറേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു 3 ഷട്ടർ വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നടുക്കൊരു മിറർ വരുന്ന രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റും വുഡൻ ഷെയ്ഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു യൂണിറ്റിന് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ബ്രിഡ്ജ് സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീടിൻ്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് തന്നെ പറയാം ഈ ഒരു സ്പേസ്. പുറത്തെ ലാൻഡ്സ്കേപ്പിലേക്കും അതുപോലെ ആ ആറിലേക്കുമുള്ള നല്ലൊരു വ്യൂ ആണ് ഈ ഒരു സ്പേസിൽ നിന്നുള്ളത്. എക്സ്പോസ്ഡ് ബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സ്പേസിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം.
ഈ ഒരു സ്പേസിൽ നിന്നും താഴത്തെ ലിവിങ് ഏരിയയിലേക്കും പൂജാ സ്പേസിലേക്കും അതുപോലെ കോർട്ട്യാർഡിലേക്കും നല്ലൊരു വിസിബിലിറ്റി കൂടിയാണ് ഉള്ളത്. തീരം എന്ന ഈ മനോഹരമായ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്തമായ മറ്റൊരു വീടിൻ്റെ ഡിസൈനുമായി വീണ്ടും കാണാം. നമസ്തേ.